ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഒരു ബന്ധമുണ്ടായിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയത് ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറിയാണ്. ഈ വോട്ട് കച്ചവടത്തിന്റെ ശബ്ദരേഖയിൽ ഇപ്പോൾ ശരിക്കും കോൺഗ്രസും ബി.ജെ.പിയും പ്രതിസന്ധിയിലാണ്. ഇവർ തമ്മിലുള്ള വോട്ട് ബാന്ധവം നേരത്തെ ഉള്ളതാണെന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും കച്ചവടം ഉണ്ടാകുമെന്നും LDF സ്ഥാനാർത്ഥി വി ജോയ് പറഞ്ഞു. എന്നാൽ തനിക്ക് ശബ്ദരേഖയുടെ ഉടമയായ ജയരാജ് കൈമളിനെ അറിയില്ല എന്നാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പറയുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിന് വേണ്ടി BJP പ്രവർത്തിച്ചുവെന്ന നിലവിലെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമളിന്റെ ശബ്ദരേഖയാണ് കോൺഗ്രസിനും BJPക്കും ഒരുപോലെ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നത്. കോൺഗ്രസും BJPയും തമ്മിലുള്ള വോട്ട് ബാന്ധവം നേരത്തെയുള്ളതാണെന്നും 2019 ആറ്റിങ്ങലിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി BJP പ്രവർത്തിച്ചു എന്നത് വ്യക്തമായെന്നും LDF സ്ഥാനാർത്ഥി വി ജോയ് പറഞ്ഞു. ശോഭാ സുരേന്ദ്രന് വോട്ട് കുറയ്ക്കുക, അതേസമയം അടൂർ പ്രകാശിനെ ജയിപ്പിക്കുക, ഈ ഒരു തന്ത്രം BJPയുടെ ലീഡർഷിപ്പ് എടുത്തിരുന്നു. അതായത് ഈ ജയരാജ് കൈമൾ എന്ന് പറയുന്ന ഓഫീസ് സെക്രട്ടറി ഇന്ന് ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന വി മുരളീധരൻ്റെയും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ്റെയും സന്തത സഹചാരിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അറിഞ്ഞാണ് കഴിഞ്ഞ തവണ വോട്ട് മറിച്ച് അടൂർ പ്രകാശിന് നൽകിയിട്ടുള്ളത്. ഞങ്ങളിത് കുറേ കാലമായിട്ട് പറയുകയാണ്. അതിന് നേതൃത്വം നൽകിയതാകട്ടെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അബ്കാരി കോൺട്രാക്ടറാണ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. വാർത്ത പുറത്തു വന്നപ്പോൾ അസംബന്ധം എന്ന് പറഞ്ഞ് തടിയൂരാനാണ് BJP നേതാക്കൾ ശ്രമിച്ചത്. ജയരാജ് കൈമളിനെ അറിയില്ല എന്നതായിരുന്നു അടൂർ പ്രകാശിന്റെ മറുപടി. എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. ഇത്തരം ആളുകളെ ഒന്നും ഞാൻ കൂട്ടുപിടിക്കാനും ഇവരോട് ചോദിക്കാനും ഒന്നും ഞാൻ നടക്കുന്ന ഒരാളല്ല. എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. സംസ്ഥാനത്ത് പല മണ്ഡലങ്ങളിലും BJPയും കോൺഗ്രസും തമ്മിൽ വോട്ട് കച്ചവടമുണ്ട് എന്ന LDFന്റെ ആരോപണം ശക്തിപ്പെടുത്തുന്നതാണ് ജയരാജ് കൈമളിന്റെ ശബ്ദരേഖ. വരും ദിവസങ്ങളിലും ഇത് വലിയ പൊട്ടിത്തെറി കോൺഗ്രസിലും BJPക്കുള്ളിലും സൃഷ്ടിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.